2010 ജൂലൈ 25-ാം തീയതി സംഘടന തീരുമാനിച്ചതനുസരിച്ച് ഒരു ഏകദിന ധ്യാനം ഫാദർ പീറ്ററിന്റെ നേതൃത്വത്തിൽ നടത്താൻ സാധിച്ചതും കമ്മിറ്റി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. 28/11/2010 കമ്മിറ്റി അംഗങ്ങൾ ഭരണ നടത്തിപ്പ് ലഘൂകരിക്കുന്നതിനും ഭാഗമായി ബിൻസി ലൂക്കയെ അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് ജനുവരി 20-ാം തീയതി മൊന്തറോണിൽ പോവുകയും അവിടെ ഒരു യൂണിറ്റ് സ്ഥാപിക്കുകയും അതിൻ്റെ ഉത്തരവാദിത്വം അജിത്ത് പോളങ്ങായനെയും ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് വന്ന ഈസ്റ്റർ അംഗങ്ങൾ എല്ലാവരും കൂടി സന്തോഷകരമായി ആഘോഷിച്ചു. കമ്മിറ്റി അംഗങ്ങൾ റോമിലും മിലാനിലും സിസിലിയ എന്നീ സ്ഥലങ്ങളിൽ എല്ലായിടത്തും പോയി സംഘടനകളുടെ വാർഷിക പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയും അവരുമായിട്ടുള്ള കൂട്ടായ്മ കെട്ടുറപ്പിക്കുകയും ചെയ്തു എന്നിവിടെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. പിന്നീട് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചിങ്ക്വെറ്റെറയിലേക്ക് ഒരു 1 ഡേ ടൂർ സംഘടിപ്പിക്കുകയും അതിൽ ഇറ്റലിയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജ്ഞാനായ അംഗങ്ങളും അല്ലാത്തവരുമായി അനവധി പേർ പങ്കെടുക്കുകയും ടൂർ ഒരു വൻ വിജയമായി തീരുകയും ചെയ്തു. ഇതുവരെ ഓരോ അംഗങ്ങളും ഞങ്ങളോട് കാണിച്ച സഹകരണത്തിനും സ്നേഹത്തിനും ഈ കമ്മിറ്റിയുടെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പ് ഞാൻ സമർപ്പിക്കുന്നു. എന്ന് സെക്രട്ടറി നോബി. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അന്ന് സ്ഥാപിച്ച ഈ രൂപതയുടെ 100-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ നിമിഷത്തിൽ ഇപ്പം ബാക്കി കുടുംബത്തിലെ പല അംഗങ്ങളും ഇവിടെ ഉണ്ട്. ചുമ്മാരേട്ടൻ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ, അങ്ങനെയുള്ള ഒത്തിരി പേര്. നമുക്ക് ഒത്തിരി അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇവിടെ. 2 വർഷം, ഈ 2 വർഷങ്ങൾ കഴിഞ്ഞ് നമ്മളിവിടെ നിൽക്കുകയാണ്. നമുക്ക് അഭിമാനിക്കാം. വീണ്ടും BBHന്റെ നേതൃത്വത്തിൽ തന്നെ ഈ 2ാമത്തെ വാർഷിക ആഘോഷം നമ്മളിവിടെ ആഘോഷിക്കുന്നു. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മളൊക്കെ കുടിയേറ്റക്കാരാണ്. നമ്മുടെ കുടിയേറ്റം ഇന്നും അവസാനിച്ചിട്ടില്ല, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവാസികളായ നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്നുകൂടി ലോകത്തിലെ നാനാഭാഗങ്ങളിലും വല്ലപ്പോഴൊക്കെ ഒന്നിച്ചു കൂടാനായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തകർന്നു പോകുന്ന ഒരു പ്രസ്ഥാനമായിരുന്നെങ്കിൽ അത് പണ്ടേ തകർന്നു പോകേണ്ടതായിരുന്നു. പക്ഷെ ഇന്നും അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ സഭാ നേതൃത്വം, അവരുടെ കീഴില് ജ്ഞാനായ സമൂഹങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ രൂപീകരണത്തിനും രാജ്യത്തിന് ഉയർച്ചയ്ക്കും ജ്ഞാനായ സമൂഹം ഒത്തിരി പങ്കുവഹിക്കുന്നുണ്ടെന്നുള്ളത് അഭിമാനപൂർവ്വം ഞാനിവിടെ സ്മരിക്കുകയാണ്. എങ്കിൽ പോലും തനിമയിലും ഒരുമയിലും വിശ്വാസത്തിലും വളരുന്ന നമ്മൾ ഓരോരുത്തരും അതിൻ്റെ എല്ലാം കാത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തകർന്നു പോകാനായിരുന്നു, ഇത് പണ്ടേ തകർന്നു പോകാനായിരുന്നു. ഇവിടെ കമ്മിറ്റി അംഗങ്ങളെല്ലാവരും, നോബി, വേണാട്ട്, ചോമൻ, കരുമാരി, ജോർജ് ഏട്ടൻ, മിനിച്ചേച്ചി, ഇവിടെ നമ്മുടെ സമൂഹം, നമ്മുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും സെലിനാമ ചേച്ചി നാട്ടിലാണ് എങ്കിൽ പോലും ചേച്ചിയുടെ പ്രത്യേക സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ നിശബ്ദരായിട്ട് ഇവിടെ ജ്ഞാനായക്കാർക്ക് വേണ്ടിയും അല്ലാത്തവർക്കും വേണ്ടിയും ഇവിടെ ഒരു സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബെനിച്ചേട്ടൻ, റോയി അച്ഛൻ്റെ ചേട്ടൻ, ആരും അറിയപ്പെടാതെ പോകുന്ന കാര്യങ്ങളാണ്. ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് സൗജന്യമായിട്ട് പുള്ളി ഭക്ഷണവും താമസ സൗകര്യവും ഇവിടെ കൊടുക്കാറുണ്ട്. അതാരും അറിയുന്നില്ല. പിന്നെ ഇവിടെ ജ്ഞാനായ അസോസിയേഷൻ രൂപീകരിച്ചപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ടൊസ്കാന ജ്ഞാനായ അസോസിയേഷൻ്റെ ഒരു പ്രത്യേകത, ജ്ഞാനായക്കാർക്ക് മാത്രം മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് മറ്റുള്ളവരെ എല്ലാവരെയും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചിട്ടി നടത്തി ടൂറിന് നമ്മൾ ടൂർ പ്രോഗ്രാം ചെയ്തു. അതിലൊക്കെ ജ്ഞാനായക്കാരല്ലാത്തവരെയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ പോലും നമ്മൾ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. ആരെയും എനിക്ക് തോന്നുകയാണ് NSS ഉണ്ട്, അല്ലെങ്കിൽ പുലർ മഹാസഭയുണ്ട്, അങ്ങനെയുള്ള സഭകളിലൊന്നും ജ്ഞാനായക്കാരെ ഒന്നും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒന്നും അവർ ഉൾപ്പെടുത്തുന്നതല്ല. പക്ഷെ
ക്നാനായ ഇവിടെ തൊസ്കാനയിൽ നമ്മൾ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെയുള്ള ക്നാനായക്കാരല്ലാത്തവരെ എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണം. അങ്ങനെ ഒരു നിയമം എല്ലാം ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ പഠിച്ചതിന് ശേഷം നമ്മുടെ ആശ്രമത്തിലെ ബഹുമാനപ്പെട്ട വൈദികരുടെ മുൻ അറിവോടും അവരുടെ സമ്മതത്തോടും അവരെ വിളിച്ചറിയിച്ചു ആണ് ഞാനിവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാസം മാസം ഒരു കുർബാന മലയാളത്തിലെ എല്ലാ മലയാളികൾക്കും വേണ്ടിയിട്ട് ചൊല്ലിക്കൊണ്ടിരുന്ന ചാർജുള്ള വൈദികന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ വിളിച്ചറിയിച്ചു. ഇവിടെ നിന്ന് നിങ്ങളുടെ ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം കോണ്ടാക്ട് ചെയ്ത് ഇവിടെയുള്ള ബന്ധപ്പെട്ട വൈദികരെയായിരുന്നു. അതിനുശേഷം അവരുടെ അറിവോടും സമ്മതത്തോടും കൂടി ഞാനിവിടെ വരുമ്പോൾ ഇവിടെയുള്ള ഈ ലിവോർണയിലെ ആദ്യ ജ്ഞാനായ സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ സ്പിരിച്വൽ ഡയറക്ടർ എന്ന പേരിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാനിവിടെ വന്നു. ഇപ്പോൾ ഒത്തിരി അഭിമാനത്തോടെയാണ് നിൽക്കുന്നത്. കരിഞ്ഞു ഉണങ്ങി പോയിട്ടൊന്നുമില്ല. എന്നോട് അവരുടെ പറഞ്ഞ നല്ല സിനിമയാണെങ്കിൽ 2ാം വാരം ഓടും, അതുകൊണ്ടാണ് തിരിച്ചു വന്നെന്ന് പറഞ്ഞു. അതൊന്നുമല്ല, നമ്മൾ പണ്ട് ഗാനമേളയ്ക്ക് ഒരു ഗായകൻ പോയിട്ട് പാട്ട് പാടിയതുപോലെ ഒന്ന് പാടി ആൾക്കാരെ പറഞ്ഞ് വൺസ് മോർന്നു ചേച്ചി കൊടുത്തിട്ട് വൺസിനെ പോയാൽ മതി എന്ന് പറഞ്ഞ പോലെയാണ് ഞാനിപ്പോൾ 2ാം വന്നത്. അല്ലാണ്ട് എൻ്റെ സിനിമ നല്ല സിനിമ ആയതുകൊണ്ട് 2ാം വാരം ഓടുന്നതല്ല, മറിച്ച് മര്യാദയ്ക്ക് പാടിപ്പിച്ചിട്ടേ ഇവരെ ഇവിടുന്ന് പറഞ്ഞു വിടും എന്നുള്ള വാശിയിലാണ്. ഏതായാലും എനിക്കൊത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ കാരണം ജ്ഞാനായ സമുദായത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ ജ്ഞാനായക്കാരായിട്ട് ജനിച്ചവർക്ക് മാത്രമേ സാധിക്കൂ. അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരിക്കലും അവർക്ക് വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാത്ത പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല, അതിൻ്റെ ആവശ്യവുമില്ല. നിങ്ങൾക്ക് വേണ്ട, കാരണം നമ്മുടെ കുടുംബത്തിന്റെ കൂട്ടായ്മ കൂടുന്നതിന് നമുക്ക് ആരുടെ അനുവാദവും വേണ്ട. ഒരപ്പന്റെ കീഴിൽ ഒരു തറവാട് നിർമ്മിച്ചു കൂടുന്നതിന് ആരുടെ അനുവാദവും വേണ്ട. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുക. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ നിയമപരമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിന് വിലയില്ല. നിങ്ങൾക്ക് ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ട് ചില സംശയങ്ങൾ. ഒന്ന്, റോമിൽ നിന്ന് അച്ഛൻ എന്തിന് ഇവിടെ വരണം? ഇവിടെ അതൊരു നല്ല കാര്യമല്ല. എങ്കിലും സഭാപരമായ ചുറ്റുപാടിൽ നിയമപരമായി വിവിധ തലങ്ങളിലുള്ള അപ്പോയിന്റ്മെന്റുകളുണ്ട്. നമുക്ക് സീറോ മലബാർ സഭയ്ക്ക് നിയതമായ ടെറിറ്ററി, അതായത് നിയതമായ അതിർത്തികളുള്ള കേരളത്തിലെ സീറോ മലബാർ സഭയുടെ അതിർത്തികളിൽ സ്വന്തമായ ഇടവകകളും രൂപതകളും ഉണ്ടായിരിക്കും. സീറോ മലബാർ സഭയ്ക്ക് നിയതമായ സംവിധാനം ഇറ്റലിയിൽ ആയിട്ടില്ല. അതിനാൽ തന്നെ അത് വാക്കാലുള്ള പ്രഖ്യാപനമാണ്. അത് പബ്ലിക് അക്സെപ്റ്റൻസ് ഉണ്ടായി. എൻ്റെ ഒരു മറുചോദ്യം ഇതാണ്, ഞാനാണ് നിങ്ങളുടെ ചാമ്പലൻ എന്ന് പറഞ്ഞ ആരിവിടെ വന്നില്ല, മറിച്ച് സ്വാഭാവികമായി നിങ്ങളുടെ ഇവിടെയുള്ള നേതൃത്വം ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കറിയാം, റോമിൽ ഈ സംഘടനയുടെ ചാപ്ലിനായിട്ട് ആളുണ്ട്. നിയമപരമായ അദ്ദേഹമായിരിക്കും ഇറ്റലിയിലുള്ള എവിടെയുള്ള യൂണിറ്റിന്റെയും ചാപ്ലിൻ. അതുകൊണ്ട് ആ സംശയം ക്ലിയർ ആയി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ചാപ്ലൈൻ ഇവിടെ വരുന്നത് ചാപ്ലൈൻ്റെ ആവശ്യമല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളുടെ ആവശ്യമാണ്. എന്തിന്? ഇവിടെ ചാപ്ലൈൻ ഇവിടെയുള്ള സാന്നിധ്യമാണ് ഈ ചെറിയ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള സംഘടനയാണ്. ഞാനിത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് അറിയാമെന്നല്ല, എങ്കിലും ഇനി ഞാൻ വന്ന് പോയി കഴിഞ്ഞിട്ട് എനിക്കെപ്പോഴും വന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. ഈ നിയമാവലി അനുസരിച്ച് ഇതിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത് ചാപ്ലിൻ അച്ഛനാണ്. എന്ന് പറഞ്ഞാൽ നിലവിലുള്ള കമ്മിറ്റി അംഗങ്ങൾ കണക്ക് പാസ്സാക്കി റിപ്പോർട്ട് പാസ്സാക്കി പുതിയ വിട്ടു കഴിഞ്ഞാൽ പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാനുള്ള ഭരണാധികാരി എന്ന് പറയുന്നത് ചാപ്ലിൻ അച്ഛനാണ്. ചാപ്ലിൻ്റെ ഏറ്റവും വലിയ അധികാരവും അതാണ്. അതല്ലാതെ ആരെങ്കിലും ഒക്കെ കുറെ പേരെ വിളിച്ചു കൂട്ടി പ്രസിഡന്റ് നീ സെക്രട്ടറി നീ എന്ന് പറഞ്ഞതുകൊണ്ട് സഭയുടെ അംഗീകാരവും ഗ്രാനായ സമുദായത്തിന്റെ അംഗീകാരവും ഉണ്ടാകത്തില്ല. ഞാനിത് പറഞ്ഞ എന്റെ അധികാരം കാണിക്കാൻ വേണ്ടിയല്ലോ കേട്ടോ, നിങ്ങളുടെ സംശയങ്ങൾ ഇനി ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ചാപ്ലൈൻ്റെ അറിവും ചാപ്ലൈൻ്റെ സാന്നിധ്യത്തിൽ ചാപ്ലിൻ ശാരീരികമായിട്ട് വരാൻ പറ്റില്ലെങ്കിൽ ചാപ്ലൈൻ നിയമിക്കുന്ന ചാപ്ലിൻ പ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഇലക്ഷൻ മാത്രം വരെ ഉണ്ടാകുള്ളൂ. ഞാൻ പറയാനുള്ള കാരണം നമ്മൾ അറിഞ്ഞില്ല പിന്നീട് നിങ്ങൾ പറയരുതല്ലോ ഇത് എന്തുകൊണ്ടാണ് അച്ഛനത് എന്തുകൊണ്ടാണ് സംഭവം. ഇത് ചാപ്ലൈൻ്റെ ആവശ്യമല്ല, നമ്മുടെ ഇവിടെ നമ്മളൊരു സംഭവം നടത്തുമ്പോൾ അതിന് ഔദ്യോഗിക പരിവേഷം ലഭിക്കണമെങ്കിൽ വേണ്ട നിയമപരമായ ആവശ്യങ്ങളെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഞാൻ സംശയം പ്രതീക്ഷിക്കുന്നു എങ്കിൽ അടുത്തൊരു കാര്യം, ഞാൻ ഈ കഴിഞ്ഞ 2 വർഷത്തില് ഒരു 1.5 വർഷവും ഇതിനകത്തില്ലായിരുന്നു. കാരണം നമ്മുടെ യൂറോപ്യൻ കൺവെൻഷൻ കഴിഞ്ഞ് ഞാൻ ചാർജ് എനിക്ക് സാധിച്ചിട്ടുള്ള എനിക്ക് ശേഷം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ നിങ്ങളൊരു
തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. റോമിനെ യൂണിറ്റോ റോമിനെ അച്ഛനോ നിങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കാനോ നിങ്ങളെ ഭരിക്കാനോ ഒന്നും വരില്ല. അതൊക്കെ കഴിഞ്ഞ 2 വർഷവും അതിൽ 1.5 വർഷവും 6 മാസമേ ഞാൻ ചാപ്പലായിരുന്നുള്ളൂ. അതിന് മുമ്പ് ഞാൻ ഇവിടെയുള്ള ഓരോ സംഭവങ്ങളും എന്നെ കോൺടാക്ട് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മാത്രമേ എനിക്ക് തീരുമാനങ്ങൾ പറയാൻ സാധിക്കൂ. അതുകൊണ്ട് മറ്റ് കമ്മിറ്റി അംഗങ്ങളുടെ എല്ലാം ശബ്ദമായിട്ടാണ് പ്രസിഡന്റിനെ ഞാൻ കേൾക്കുന്നത്. ഇവിടെയുള്ള മറ്റ് സാഹചര്യങ്ങൾ അത് എന്നെ വിളിച്ചറിയിക്കേണ്ടത് ഇവിടെയുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പ്രസിഡന്റ് എന്നെ വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രസിഡന്റ് എന്നെ വിളിക്കുന്നു, ഞാൻ കേൾക്കുന്നത് ടൊസ്കാന റീജിയന്റെ ഔദ്യോഗിക ശബ്ദമായിട്ടാണ്. അല്ലാതെ അവിടെ ഇവിടെ ആരെയും വിളിച്ച് ഞങ്ങളുടെ കാര്യം വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ഇനി മുമ്പോട്ടും അങ്ങനെയായിരിക്കും. പ്രസിഡന്റ് നമ്മൾ പ്രസിഡന്റ് കാലാകാലം തെരഞ്ഞെടുത്ത കമ്മിറ്റി അന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമ്മിറ്റി നിങ്ങൾ എടുക്കുന്ന പ്രസിഡന്റ് എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ്. അതുകൊണ്ട് ഇനിയും അങ്ങനെയായിരുന്നു. നമ്മുടെ അച്ഛൻ ആരെയും വിളിച്ചില്ലല്ലോ, ഞങ്ങളെ വിളിച്ചില്ലല്ലോ, അന്വേഷിച്ചില്ലോ എന്ന് പറഞ്ഞേക്കുന്നത്. പ്രസിഡന്റാണ് നിങ്ങളുടെ ഔദ്യോഗിക ശക്തിയിൽ ഔദ്യോഗിക അല്ല. അതിനകത്ത് ഈ പൊതുജനങ്ങൾക്ക് അതിന് ഒരു മെജോറിറ്റി ആയിട്ടുള്ള പൊതുജനങ്ങൾക്ക് ഈ കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തിന്റെ എതിർപ്പുണ്ടെങ്കിൽ അടുത്ത പൊതുയോഗത്തിൽ എന്ന് പൊതുയോഗം കൂടുന്നോ ആ പൊതുയോഗത്തിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അത് മാറ്റണമെന്നാണ് പൊതുയോഗം തീരുമാനിക്കുന്നതെങ്കിൽ മാറ്റാം. പക്ഷെ അതുപോലെ അവരുടെ തീരുമാനം പാടില്ല. കാരണം അവർക്ക് ഉദാഹരണത്തിന് ഇപ്പൊ ഇവിടെ ഒരു റോമിന്റെ ഇറ്റാലിയൻ ഗ്രാനായ അസോസിയേഷന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് നമ്മുടെ ജെയിംസ് ചേട്ടൻ, ഞാൻ മറന്നുപോയ കാര്യം എന്നോട് ക്ഷമിക്കുക. അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ജോയിന്റ് സെക്രട്ടറിയാണ് ഇറ്റാലിയൻ ഗ്രാനായ അസോസിയേഷന്. നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹം റോമിൽ നിന്ന് വന്നേക്കുന്നതാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ മറന്നുപോയത്. എന്നോട് ക്ഷമിക്കുക. ഞാൻ അദ്ദേഹത്തെ വളരെയധികം സ്നേഹത്തോടെ പൈസമോണ്ട് ഇടവകക്കാരനാണ്. പുള്ളി ഗ്രാനായ അസോസിയേഷന്റെ ഡൽഹിയിൽ ഒരു പ്രതിനിധിയായിരുന്നു. ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലേ ചേട്ടൻ? അതെ, ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഗ്രാനായ അസോസിയേഷന്റെ നല്ല പ്രവർത്തകരായിരുന്നു അദ്ദേഹം. ഇപ്പം നമുക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിൽ വന്നേക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ ഗ്രാനായ അസോസിയേഷന്റെ പേരിൽ വളരെയധികം സ്നേഹത്തോടെ ഞാനിവിടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഒത്തിരി സഹിച്ചുകൊണ്ട് സാമ്പത്തികമായിട്ട് ഒത്തിരി, അതുപോലെ തന്നെ മോന്തക്കത്തിനിന്ന് നമ്മുടെ ഒരുപക്ഷെ ഈ ടൊസ്കാനയില് ഈ ലിവോർമയിലുള്ളതിനും കൂടുതൽ ഗ്രാനായക്കാര് ജീവിക്കുന്ന ഒരു സെന്ററാണ് മോന്തക്കത്തിനി. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചുകൊണ്ട് ഞാൻ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വവും ഹൃദയപൂർവ്വവും ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഫാദറിനെ ക്ഷണിക്കുന്നു. അസോസിയേഷൻ ഭാരവാഹികളെ, സ്നേഹമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഇന്നത്തെ ഇവിടുത്തെ വാർഷിക പൊതുയോഗത്തിൽ ഇവിടെ വന്ന് പങ്കെടുക്കുവാനും